നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പതിനാറാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രചരണം ക്ലൈമാക്സിൽ. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളനിറഞ്ഞതോടെ രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശച്ചൂടിൽ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ മൂന്നാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വർണം കട്ടത് ആരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണമെന്നും കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചുള്ള വിചാരണ സുരേഷ് ഗോപി നേരിടേണ്ടി വരും. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 നാൾ. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ കുന്നംകുളം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ മൂന്നാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ മനസ്സിലാക്കണം, കളവ് പറയുമ്പോൾ VD സതീശനെ പോലുള്ള ആളുകൾ ഇതിനിടെ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്തം അനുഭവിച്ചവർക്ക് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചു. എവിടെയാ പണം? കോടാനുകോടി ഉറുപ്പിക പിരിച്ചു. കാണാനില്ല, അവരുടെ അക്കൗണ്ടിലില്ല. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ നിയമസഭാ മത്സരത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ ഇത് ഓണം. ഞങ്ങൾ രണ്ടാളുടെയും അക്കൗണ്ടിലുണ്ടെന്നാണ് അവർ പരസ്യമായി പറഞ്ഞത്. ഒന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടെ മത്സരിക്കുകയാണ്, പേരാവൂരിൽ. അവിടെ പറഞ്ഞിട്ടില്ല. പറവൂർ മത്സരിക്കുകയാണ് VD സതീശൻ, അവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പണം ഇവിടെ പോയി. LDF സർക്കാർ രൂപീകരിച്ച കിഫ്ബിയാണ് കേരളത്തിന്റെ വികസന കുതിപ്പിന് കാരണം. നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് 11,160 കോടി രൂപ കേരളം നൽകി. ഇതിനെ UDF ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചു. റോഡ്, സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനങ്ങൾക്ക് 1,10,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. കിഫ്ബിയെയും വികസന പ്രവർത്തനങ്ങളെയും തകർക്കുവാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസും ശ്രമിച്ചത്. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനകരമാകുന്ന ഇരട്ട തുരങ്കപാത നിർമ്മാണവും തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് വീട് നൽകാതെ പാവങ്ങളെ പറ്റിച്ചു. VD സതീശനും രാഹുൽ ഗാന്ധിയും നുണ പറയുന്നവർ മാത്രമായി മാറിയിരിക്കുകയാണ്. സ്വർണം കട്ടവരെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് AICC നേതാവ് KC വേണുഗോപാലാണ്. സ്വർണം കട്ടത് ആരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണം. കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ല. LDF വിശ്വാസികൾക്കൊപ്പമാണെന്നും ക്രിസ്തീയ സഭകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എതിർക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മങ്ങാട് നടന്ന പൊതുയോഗത്തിന് CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായി. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, പ്രേംരാജ് ചൂണ്ടലാത്ത്, M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, S ബസന്ത്ലാൽ, KM അഷ്റഫ്, MS സിദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ റാലി നെല്ലുവായ് സെന്ററിൽ നിന്നും ഈസ്റ്റ് കമ്മിറ്റിയുടെ റാലി കുണ്ടന്നൂരിൽ നിന്നും ആരംഭിച്ചു. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും റാലിയിലുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചുള്ള വിചാരണ സുരേഷ് ഗോപി നേരിടേണ്ടി വരും. ഈ ഉപഹർജി തള്ളിയതോടെ കേസിൽ സുരേഷ് ഗോപിക്ക് വിചാരണ നേരിടേണ്ടി വരും. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജി തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ AIYF നേതാവ് നൽകിയ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം.
2024 ഏപ്രിലിൽ വ്യാജവിലാസത്തിൽ വാഹന രജിസ്ട്രേഷൻ നടത്തിയ കേസിലെ ഹർജികൾ എറണാകുളം SJM കോടതി തള്ളിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയിച്ചത്. LDF മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ പര്യടനം തുടരുന്നു. കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗാനം പ്രകാശനം ചെയ്തുകൊണ്ടായിരുന്നു മൂന്നാം ദിനത്തിലെ പര്യടനം ആരംഭിച്ചത്. പൂവത്തൂർ മുള്ളൻതറയിൽ നടന്ന ചടങ്ങിൽ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പര്യടനത്തിന്റെ ഉദ്ഘാടനവും CD-യുടെ പ്രകാശനവും നിർവഹിച്ചു. PG സുബിദാസ് അധ്യക്ഷനായി. TV ഹരിദാസൻ, VR മനോജ്, PA രമേശൻ, VN സുർജിത്ത്, ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാക്കശ്ശേരി ചീരൻപടി, വാഗ മറ്റം, നമ്പഴിക്കാട് റേഷൻ കട, ചെട്ടിയംകുളം, പുല്ലാനിക്കുന്ന്, അരിയന്നൂർ ശ്രീകൃഷ്ണ കോളേജ്, തൈക്കാട് ആൽമാവ്, പഞ്ചാരമുക്ക്, വെട്ടിക്കൽ സ്കൂൾ, തത്തക്കുളങ്ങര, മനപ്പടി, തിരുനെല്ലൂർ, പാടൂർ കൈതമുക്ക്, ഷാവോലിൻ ഗ്രാമം, കണ്ണോത്ത്, ആശാരിമൂല, ഉല്ലാസ് നഗർ, ആനക്കാട്, താണിപ്പറമ്പ്, തേമാലിപ്പറമ്പ്, എഴുത്തച്ഛൻ ശാഖ, വിളക്കുമാടം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. അരിമ്പൂർ, മനക്കൊടി, കിഴക്കുംപുറം സെന്ററിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, TA മുഹമ്മദ് ഷാഫി, രാകേഷ് കണിയാമ്പറമ്പിൽ, ഷൈനി കൊച്ചുദേവസി, KS ദിലീപ്, സന്തോഷ് കണ്ടാണശ്ശേരി, BR സന്തോഷ്, PA ഷൈൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ബുധനാഴ്ച രാവിലെ 8-ന് തൃത്തല്ലൂർ സെന്ററിൽ നിന്നാരംഭിക്കുന്ന പര്യടനം 24 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ സമാപിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള രണ്ടാം ഘട്ട പരിശീലനം ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. മാർച്ച് 31 മുതൽ ഏപ്രിൽ 4 വരെയാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല മാസ്റ്റർ ട്രെയിനർ PV ഫൈസൽ, അസംബ്ലി മാസ്റ്റർ ട്രെയിനർമാരായ TK അനിൽകുമാർ, RK ജാസ്മിൻ ഹംസ, S നിമി, TB രേഷ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. EVM യന്ത്ര സംവിധാനങ്ങളുടെ പരിശീലനം നൽകുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ ടീം അംഗങ്ങളാണ്. റിട്ടേണിംഗ് ഓഫീസർ S ഷീബ, തഹസിൽദാർ TR സംഗീത്, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ KR സൂരജ് എന്നിവരാണ് പരിശീലനം നൽകുന്നത്. വോട്ടർ ഫെസിലിറ്റേഷൻ, പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്നിവ പരിശീലന കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെ 716 പേർക്കാണ് രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. ചാവക്കാട് നഗരത്തിൽ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിവാദ ഫ്ലെക്സ് ബോർഡ് 1977 മുതൽ ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ പ്രദർശിപ്പിച്ചുള്ള ഫ്ലെക്സ് ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ ഈ അവഗണന, 50 വർഷത്തെ അവഗണന മാറണം എന്ന വാചകം എഴുതിയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ B. ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV അവതരിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനവിധി 2026 തുടരുന്നു. വ്യാഴാഴ്ച രാവിലെ 10-ന് കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിയും KPCC സെക്രട്ടറിയുമായ PT അജയ് മോഹൻ പങ്കെടുക്കുന്ന ചർച്ച കാണാം. രാഷ്ട്രീയ വികസന കാഴ്ചപ്പാടുകൾ, സമകാലിക വിവാദങ്ങൾ എന്നീ വിഷയങ്ങളിലെല്ലാം PT അജയ് മോഹൻ മനസ്സ് തുറക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പുറമെ വൈകിട്ട് 6-നും രാത്രി 10-നും പുനഃസംപ്രേഷണവും ഉണ്ടാകും. എൻ്റെ കൈകൾ ശുദ്ധമെന്ന് ഞാൻ പറയുന്നത് എക്കാലവും എൻ്റെ കയ്യ്, എൻ്റെ അച്ഛൻ്റെ കയ്യ്, എൻ്റെ വീട്ടിൽ ഒരാളുടെ കയ്യും അശുദ്ധമായിട്ടില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം, അതിൻ്റെ ഇന്നർ മീനിങ് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. ഇവിടുത്തെ എത്ര ഇരകളുള്ള സ്ഥലം ഈ കരുവന്നൂര്, എത്ര പേര് ആത്മഹത്യ ചെയ്തു. ഈ കരുവന്നൂർ ബാങ്ക് വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? UDF-ന് ഇവിടുത്തെ ജനത്തിന് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആ ക്യാമ്പയിനിങ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ക്ഷാമത്തിനിടെ വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. 19 കിലോ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് കൂട്ടിയത്. വില വർധന പ്രാബല്യത്തിൽ വന്നു. കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഹോട്ടൽ മേഖലയ്ക്ക് ഇരുട്ടടിയാണിത്. കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 5 കിലോയുടെ മിനി സിലിണ്ടറുകൾക്ക് 51 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള ഇന്ധന വിപണിയെ ഉലയ്ക്കുന്നതിനിടെയാണ് ഈ വർധന. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ കമ്പനികൾ വില പുനർനിർണ്ണയിക്കുന്നത്. ഹോട്ടലുകൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയെ LPG ക്ഷാമത്തിനൊപ്പം വിലക്കയറ്റം കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയാണ്. അതേസമയം ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിലവിൽ വില വർധനവില്ല.
ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കാൻ ഒരുങ്ങുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നത്. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ദിവ്യബലിയും അനുബന്ധ ചടങ്ങുകളും നടക്കും. അന്ത്യ അത്താഴത്തിന് മുൻപായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കും. CCTVയുടെ ചാലിശ്ശേരി മുക്കൂട്ട ന്യൂ ഫ്രണ്ട്സ് കേബിൾ നെറ്റ്വർക്ക് ഉടമ KM സുബൈറിന്റെ പിതാവ് ചങ്ങരംകുളം മുതുക്കാട് കോന്തത്ത് വീട്ടിൽ മുഹമ്മദ് അലി നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം മുതുക്കാട് പള്ളി ഖബറിസ്ഥാനിൽ നടത്തി. മറിയക്കുട്ടി ഉമ്മ ഭാര്യയും മുസ്തഫ, സൈഫുദ്ദീൻ, ഷെഫീഖ്, സുബൈർ, സബീറ, ഹക്കീം, സിദ്ദിഖ് എന്നിവർ മക്കളുമാണ്. പുന്നൂർകുളം ഉപ്പുങ്ങൽ പാലായ്ക്കൽ പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 9 നടത്താൻ നിശ്ചയിച്ചിരുന്ന റിഫായ് റാത്തിബ് ഏപ്രിൽ 16 മാറ്റിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ മാറ്റം വരുത്തിയത്. 16 രാവിലെ 8 മണിക്ക് മൗലീദ് പാരായണം, തുടർന്ന് 11 മണി മുതൽ 1 മണി വരെ ഭക്ഷണ വിതരണം, രാത്രി 7 മണിക്ക് റിഫായ് റാത്തിബ് എന്നിവ നടത്തും. കൗക്കാനപ്പെട്ടി ഉസ്താദ് MKM മുത്തു റിഫായ് റാത്തിബിന് നേതൃത്വം നൽകും. തുടർച്ചയായി 9ാം വർഷമാണ് മുടക്കം കൂടാതെ വർഷം തോറും പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റിഫായ് റാത്തിബ് നടത്തുന്നത്. നാട്ടുകാരിൽ നിന്നും പിരിവെടുത്താണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത്. പ്രദേശത്തെ 750 പരം വീടുകളിലേക്ക് നേർച്ചച്ചോറിന്റെ ഭാഗമായി നെയ്ച്ചോർ വിതരണം ചെയ്യും. പരിപാടികൾക്ക് കോർഡിനേറ്റർ സുരേഷ് ബാബു നേതൃത്വം നൽകും. പെൺകൂട്ടായ്മ റാത്തിബ് കമ്മിറ്റി പ്രസിഡന്റ് ഫാത്തിമ മടത്തിപ്പറമ്പിൽ, സെക്രട്ടറി E നസീമ, ട്രഷറർ E സുലൈഖ, ട്രഷറർ K റംല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ബദനി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ 2023-2026 ആദ്യ ബാച്ചിന്റെ യാത്രയയപ്പും സ്നേഹവിരുന്നും നടന്നു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന ബദനി കോളേജിലെ ആദ്യ ഡിഗ്രി ബാച്ചിന്റെ യാത്രയയപ്പും സ്നേഹവിരുന്നും ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന്റെ അവസാനം വിദ്യാർത്ഥികളായി വന്നവർ ഉദ്യോഗാർത്ഥികളായി പടിയിറങ്ങുന്ന അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്. കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന ഈ ബാച്ച് കോളേജിൻ്റെ വിജയവഴിയിലെ ആദ്യത്തെ തിളക്കമാണ്. അവരുടെ വിജയം ബദനി കുടുംബത്തിൻ്റെ വിജയമാണെന്നും മാനേജർ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷനായി. ചടങ്ങിൽ ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഗ്രൂപ്പ് ഫോട്ടോകൾ പകർത്തുകയും കോളേജ് ജീവിതത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പുന്നൂർകുളം അണ്ടത്തോട് GMLP സ്കൂൾ 166ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും അങ്കണവാടി ഫെസ്റ്റും സംഘടിപ്പിച്ചു. അണ്ടത്തോട് VP മാമു സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി വടക്കേകാട് SHO PP ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് താഹിറിൻ്റെ അധ്യക്ഷതയിൽ സ്റ്റാഫ് സെക്രട്ടറി സൈഫുന്നിസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗിന്നസ് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം കലാഭവൻ ബാദുഷ, മെഹഫിൽ രാവ് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ വിന്നർ ജംഷീർ അണ്ടത്തോട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. മുഹമ്മദ് അലി മാസ്റ്റർ എൻഡോമെൻ്റ് വിതരണം നടത്തി. മദർ PTA പ്രസിഡന്റ് ഹബീബ, PTA വൈസ് പ്രസിഡന്റ് BA ലിറാർ, SMC വൈസ് ചെയർമാൻ KCM മുജീബ്, SSG കൺവീനർ അബ്ദുസമദ് അണ്ടത്തോട്, സ്കൂൾ ലീഡർ മുഹമ്മദ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക KK ഷക്കീല സ്വാഗതവും VK സബിത ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ അങ്കണവാടികളിലെ കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായിരുന്നു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ട്രോഫികളും കൈമാറി. തുടർന്ന് കോമഡി ഷോയും മാപ്പിളപ്പാട്ടും അരങ്ങേറി.
പുന്നൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് പ്രധാന അധ്യാപകൻ KL മനോഹിത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സ്നേഹ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെന്റലിസ്റ്റ് താഹിർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂളിലെ UKG ക്ലാസ്സിൽ നിന്നും 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ച 54 കുരുന്നുകളാണ് ഗൗണും പ്രത്യേക തൊപ്പിയും അണിഞ്ഞ് കോൺവൊക്കേഷനിൽ പങ്കെടുത്തത്. ഇവർക്ക് ഗ്രൂപ്പ് ഫോട്ടോയും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു. അധ്യാപകരായ സ്മിഷ മോഹൻ, ഷാറ സിറിൻ, KG അധ്യാപകരായ ഹിബ നസ്രീൻ, ആസിഫ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. P. ജയകൃഷ്ണൻ, ഷിബിൽ രാജ്, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരവം 2K26 എന്ന പേരിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടത്തിയ വാർഷികാഘോഷം വർണ്ണാഭമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സിനിമാ താരവും ഗായകനും ഗാനരചയിതാവുമായ മണികണ്ഠൻ പെരുമ്പടപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VK ഫൗസിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EA കുഞ്ഞഹമ്മദ്, അൻസാർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ്, അൻസാർ സ്കൂൾ ജൂനിയർ പ്രിൻസിപ്പൽമാരായ KR രവ്യ, സലീന ഖാദർ, PTA പ്രസിഡന്റ് സലിം തൃത്താല, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകൻ അബ്ദുൾ ആഷിഖ് എന്നിവർ പങ്കെടുത്തു. ഏറെ വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരായ ആയിഷ ടീച്ചർ, PM റംല എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ 5 വർഷത്തോളമായി സ്കൂളിലെ വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിക്കുന്ന നൃത്താധ്യാപിക കൂടിയായ സൗമ്യ സുനിൽകുമാറിനെ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർഷികാഘോഷ പരിപാടികൾക്ക് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും സഹജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം കുറുക്കൻപാറ ചോഴിയാട്ടിൽ കേശവൻ നിര്യാതനായി 90 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രചരണം ക്ലൈമാക്സിൽ. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളം നിറഞ്ഞതോടെ രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശച്ചൂടിൽ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ 3ാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വർണം കട്ടതാരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണമെന്നും കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചുള്ള വിചാരണ സുരേഷ് ഗോപി നേരിടേണ്ടി വരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.